നമസ്കാരം. ധനുസ് പീസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന യൂണിഫോം തസ്തികയിലേക്കുള്ള പോലീസ് സേനയിലേക്കുള്ള എക്സാമുകളുടെ പരീക്ഷയ്ക്ക് വേണ്ടി മുൻകാല ചോദ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള സെലക്ടഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ നോക്കുക. സെലക്ട് ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് പഠിച്ചു പോകാം. ഇപ്പോൾ ഇത് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസിഡൻറ്റ് ഓഫീസറാണ്. അതിൻ്റെ 2024 ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ അന്ന് നടന്ന എക്സാമിൻ്റെ, അത് 13/2/2024 നടന്ന എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് വരാനും ചാൻസ് ഒരുപാടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം നമുക്കൊന്ന് പഠിച്ച് പോവാം. ഓക്കെ. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? ആൻസർ അവധിനെയാണ്. ഡൽഹൌസി ഓർക്കുമ്പോൾ അവധിനെ ഓർത്ത് പോകുക. ഡൽഹൌസി ഓർക്കുമ്പോൾ അവധി ഓർത്ത് പോകുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനം, അത് നമുക്കറിയാം അല്ലേ, അതുമായി ബന്ധപ്പെടാത്ത തീരുമാനം ഏതാണെന്ന് നോക്കുക. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ. അപ്പോൾ 1929 ലാഹോർ സമ്മേളനം നമുക്കറിയാം. അതിൻ്റെ ഫാക്ട്സ് എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും? ഒന്ന്, ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. അടുത്തത്, പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസ് ലക്ഷ്യമെന്ന് ലാഹോർ സമ്മേളനത്തിൽ പറഞ്ഞു. പിന്നുള്ളത് 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കണമെന്നും തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ 3 ഫാക്ട്സും ഇതുമായി ബന്ധപ്പെട്ട് 1929 ലാഹോർ സമ്മേളനം ബന്ധപ്പെട്ട് പഠിച്ച് വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, 1921 താഴെ പറയുന്ന ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ്? ആൻസർ വാഗൺ ട്രാജഡി. ആൻസർ ഇതാണ്, വാഗൺ ട്രാജഡിയാണ് ശതാബ്ദി ആഘോഷിക്കുന്നത്, വാഗൺ ട്രാജഡി. നെക്സ്റ്റ്, താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക, അതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? ഇത് 3 ശരിയായ ജോഡികളാണ്. കൂടിയരച്ച് ഈ വിരാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവ് ഭൂലെയാണ് ശരിയായ ജോഡികൾ. അപ്പോൾ ഇവിടുത്തെ ആൻസർ നമ്മൾ ശരിക്കും എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ഒന്നുകൂടി, കൂടിയരശ് ഇ വി രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവ് ഭൂലെയാണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കാലഘടന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്നുള്ളതാണ്. ഏറ്റവും വേഗത്തിൽ പറഞ്ഞ് നമുക്ക് എന്ത് പറയുന്നുണ്ട്? ഇത് രണ്ടാമത്തെന്ന് പറയുമ്പോഴത് അതാണ് 1 വരിക. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഇത് ഒന്നാമത്തേത്. നെക്സ്റ്റ്, അമ്മയ്ക്ക് സ്വാതന്ത്ര്യം രണ്ടാമത്തെ വരുന്നുണ്ട്. ദെൻ ഇത് 3, ദെൻ 4. അപ്പോൾ ആദ്യം വരുന്നത് ആ ഇയറിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തിരിക്കേണ്ടത് നമ്മൾ. അപ്പോൾ ഇയറും കൂടി ഇതിൻ്റെ അടിസ്ഥാനം നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് വരിക. നെക്സ്റ്റ്, വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഇത് സംസ്ഥാനത്തെ ബന്ധപ്പെട്ടിരിക്കുന്നത്. മൂഗ സിൽക്സ് ഏത് സംസ്ഥാനത്തെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്താണ്? ആസാം. മൂഗ സിൽക്സ് ആസാം. അടുത്തത്, GPS ഉപയോഗിച്ചൊരു സംസ്ഥാനത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമുണ്ട് നോക്കി എത്ര വേണം നമുക്ക്? 4 ഉപഗ്രഹം. GPS ഉപയോഗിച്ചാൽ 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ നമുക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ്, ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദി ആണ്? ഏതാണ്? മഹാനദി. ടെൽ ഈക്വൽ ടു മഹാനദി. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏതാണ്? റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ബാർലിയും പയറുവർഗ്ഗവുമാണ് കേട്ടോ. റാബി മീൻസ് ബാർലിയും പയറുവർഗ്ഗവും ഓർക്കുക. റാബി വിള, ബാർലിയും പയറുവർഗ്ഗം. റാബി വിള, ഖാരിഫ് വിള എന്നുള്ള സെപ്പറേറ്റ് നമുക്ക് പഠിക്കാനുണ്ടത് വെച്ച് പഠിച്ചിട്ട് വെക്കണം. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ആ ഒരു സെക്ഷൻ. ഒരു 3-5 വെച്ചിട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് പഠിച്ച് വെച്ചേക്കുക, എഴുതി പഠിച്ചതിന് വെക്കുക. ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടമാണ്. മൺസൂണിലെ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം പശ്ചിമഘട്ട. തീബായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ കാരണമാണ്? തീബായ്മുഖ് ഡാം എന്ന് പറയുമ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ്. ഓപ്ഷൻ എ, ഇന്ത്യ ബംഗ്ലാദേശ്. തീബായ്മുഖ് ഡാം, ഇന്ത്യ ബംഗ്ലാദേശ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. നെക്സ്റ്റ് വരുന്നത്, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6529 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാനത്ത് കേരള സർക്കാർ കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉജ്ജീവനം പദ്ധതിയാണ്. അപ്പം ഇതിൽ
ഉജ്ജീവനം പദ്ധതി. കുടുംബശ്രീ നോക്കുമ്പോൾ കുടുംബശ്രീ ദാരിദ്ര്യം നിർമ്മാർജ്ജനം നോക്കുമ്പോൾ നമുക്ക് എന്താ പറയണം? ഉജ്ജീവനമാണ്. ഉജ്ജീവനം പദ്ധതി, കുടുംബശ്രീ ഉജ്ജീവനം. ഗോൾഡൻ റവല്യൂഷൻ, സുവർണ്ണ വിപ്ലവം ഏത് ബന്ധപ്പെട്ട? സുവർണ്ണ വിപ്ലവം ഏത് ബന്ധപ്പെട്ടതാണ്? ഹോർട്ടിക്കൾച്ചർ. സുവർണ്ണ വിപ്ലവം ഹോർട്ടിക്കൾച്ചർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ തന്നെയാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? PC. ഇന്ത്യൻ പ്ലാനിങ് ശില്പിയാരാണ്? PC മഹലനോബിസ് അല്ലേ? അത് നമ്മളാണ് ഇയർ പ്ലാനുകൾ 5 ഇയർ പ്ലാൻസ് പഠിക്കുമ്പോൾ 1 2 പഠിക്കുമ്പോൾ കിട്ടുന്നതാണ് PC മഹലനോബിസ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി ആരാണ്? PC മഹലനോബിസ്. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദമാണ്. ധനബില്ലിൻ്റെ അനുച്ഛേദം ഏതാണ്? 109. ധനബില്ല് 109ാമത്തെ അനുച്ഛേദമാണ്. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണ്? കൺകറൻറ്റ് ലിസ്റ്റ് അല്ലേ? കൺകറൻറ്റ് ലിസ്റ്റൊക്കെ അറിയാം. യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയുന്നുണ്ട്? ഇവിടെ നോക്കൂ, മായം ചേർക്കലും അതുപോലെ തൊഴിലും എവിടെയാണ്? കൺകറൻറ്റ് ലിസ്റ്റ് വരുന്നതാണ്. ഇതേപോലെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. കൺകറൻറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും ഒക്കെ വരുന്ന ആ സെക്ഷനകത്ത് 3 വരുമ്പോഴത്തേക്കിന് അത് നന്നായിട്ട് വായിച്ച് പഠിച്ചു. അപ്പോൾ കുറച്ച് പഠിക്കേണ്ടതൊക്കെ കുറേ ഉണ്ട് പഠിക്കാൻ അല്ലേ? സെക്ഷൻസ്. അപ്പം ഇന്നിപ്പോൾ പറഞ്ഞ റാബി വിളയും ഖാരിഫ് വിളയും ഉണ്ട്. ആ സെക്ഷൻസ് എപ്പോഴും ചോദിക്കുന്ന, ഈ യൂണിയൻ ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും ഒക്കെ എപ്പോഴും ചോദിക്കുന്ന. അപ്പോൾ ആ സെക്ഷൻസ് നന്നായി ഇരുത്തി പഠിക്കുക. സമയമെടുത്ത് തന്നെ പഠിച്ച് തീർത്ത് വെച്ചേക്കണം. അപ്പോൾ ഇവിടെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണ്? മായം ചേർക്കലും തൊഴിലുമാണ്. ഓപ്ഷൻ ബി അവിടുത്തെ ആൻസർ വരിക. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1949 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം എന്നാണ്? 49 ഡിസംബർ 9. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത ആരാണ്? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത് ആരാണ്? ആൻസർ എന്താണ്? നമുക്ക് PK തുങ്കൻ കമ്മിറ്റി. തദ്ദേശ സ്ഥാപനങ്ങൾ ഓർക്കുമ്പോൾ എന്താണ്? തുങ്കൻ കമ്മിറ്റിയെ കൂടി ഓർത്ത് വെക്കുക. തദ്ദേശ സ്ഥാപനങ്ങൾ തുങ്കൻ കമ്മിറ്റിയാണ് എപ്പോഴും വരിക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവേദ. ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവേദൊക്കെയാണ് അല്ലേ? ഇവിടെ ഹേബിയസ് കോർപ്പസ്, കോവാറൻഡോ, സോഷ്യേറ്ററി ഉണ്ട്. അതിൽ ഹൈക്കോടതിയുടെ എന്തൊക്കെയാണ്? 3 വരുന്നുണ്ട് അല്ലേ? ഇത് 3 ഹൈക്കോടതിക്ക് കൊടുക്കാൻ കഴിയുന്ന റിട്ടുകളാണ് അല്ലേ? റിട്ടുകൾ എന്ന് പറയും. ഹേബിയസ് കോർപ്പസ്, കോവാറൻഡോ, സോഷ്യേറ്ററി. ഇത് 3 കൃത്യമായിട്ട് പഠിച്ചു വെക്കുകയും ചെയ്യാം. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്നവ ആരെല്ലാം? നിർദ്ദേശ തത്വങ്ങളാണ് ഉൾപ്പെടുന്നവ ആരൊക്കെയാണ്? നിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരുന്നുണ്ട്? ഇതിൽ രണ്ടാമത്തതും നാലാമത്തതും വരും അല്ല. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പിന്നെന്താണ്? പരിസ്ഥിതി സംരക്ഷണം. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണവും എന്താണ്? നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്നവയാണ്. അടുത്തത്, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? അറിയാം, 44ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ പാർലമെൻറ്റിൽ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചതെന്നാണ്? 2019 ഓഗസ്റ്റ് 5. 2019 ഓഗസ്റ്റ് 5 കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം. 14ാം പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ്? 2022-27 കാലഘട്ടം. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതാണ്? താലോലമുണ്ട്, സ്നേഹപൂർവ്വമുണ്ട്, ശ്രുതിതരംഗമുണ്ട്, കുടുംബശ്രീ. ഇതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതാണ്? കുടുംബശ്രീയാണ്. ബാക്കിയെല്ലാം എന്താണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതിയാണ്. കുടുംബശ്രീ അതല്ല. ഓക്കെ, താലോലം, സ്നേഹപൂർവ്വം, ശ്രുതിതരംഗവും എന്താണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി ആണ്. നെക്സ്റ്റ്, കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം ഏത് വെച്ചിട്ടാണ്? ഏതാണത്? 243 ഐയും 43 വൈയുമാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ്, 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലി ഉണ്ടാകുന്ന വർധനവ് എത്രയായിരുന്നു? എത്ര വർദ്ധിച്ചു? 22 രൂപ അവർക്ക് വർദ്ധിച്ചു എന്ന് പറയാം. 22 രൂപ അവർക്ക് വർദ്ധിച്ചു. നെക്സ്റ്റ്, അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 അല്ലെങ്കിൽ മാട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്?
ആൻസർ മലേറിയാണ്. R21 മാട്രിക്സ് എന്ന് പറയുമ്പോൾ മലേറിയാണ്. തന്നിരിക്കുന്ന അവകാശവാദവും കാരണവും ഒക്കെ വായിച്ചിട്ട് നോക്കുക. ഇവിടെ ആൻസർ എന്താ വരിക? അവകാശവാദം ഹൃദയമിടിപ്പ് നിൽക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കാരണം എന്താണ്? ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു അല്ലേ? ഇതിൻ്റെ ആൻസർ നമുക്ക് എന്തെഴുതാൻ പറ്റും? ഇത് വാദം അല്ലെങ്കിൽ അവകാശവാദം പറഞ്ഞ സംഭവം ശരിയാണ്. ഈ കാരണങ്ങൾ തെറ്റാണ്. അതായത് ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവം തെറ്റാണത്. നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇത് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ഹൃദയമിടിപ്പ് നിൽക്കുമ്പോൾ ഹൃദയസ്തംഭനം എന്ന് അറിയപ്പെടുന്നു. ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടായാലും അത് ഹൃദയസ്തംഭനം, ഹൃദയമിടിപ്പ് നിൽക്കാം. ബ്ലഡ് പമ്പ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുക? ഹൃദയം ഇടിക്കുക അല്ലേ? ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുമ്പോഴാണ് ഹൃദയം ഇടിക്കുക എന്ന് പറയും. ബ്ലഡ് പോയിട്ട് അവിടെ ചെന്നത് കോൺട്രാക്റ്റ് ചെയ്യും അല്ലേ? സങ്കോചിക്കുകയും വികസിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഹൃദയമിടിപ്പ് നമ്മൾക്കുണ്ടാകുക. അപ്പോൾ അതിന് ഹൃദയം സ്തംഭിച്ച് പോയാൽ അവിടെ ആ കോൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുന്നില്ല. അവിടെ എന്താണ് അപ്പോൾ സംഭവിക്കുക? ഹൃദയമിടിപ്പ് നിൽക്കുന്നു. അപ്പോൾ ആ വാദം ശരിയാണ്. ഹൃദയസ്തംഭനം മൂലമല്ല. ബാക്കി വെക്കേണ്ട. അവകാശവാദം ശരിയായ കാര്യമാണ്. മറ്റൊരു തെറ്റ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ പ്രസ്താവനയിൽ ബെറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതാണ്? ബെറി അല്ലേ? ബെറി നമുക്ക് അറിയാം. എപ്പോഴും ബി എന്ന് പറയാം. B1 എന്ന് നമുക്ക് ഓർക്കാം ബെറി വരുമ്പോൾ. ബാക്കി നമുക്ക് വായിച്ചു നോക്കാം. B2 വിറ്റാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതിനെ കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയുടെ ലക്ഷണങ്ങൾ. ഇതിൽ ബെറിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന നോക്കൽ നമുക്ക് ബെറി അറിയുമ്പോൾ B1 നമുക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ശരിയായ പ്രസ്താവന ഏതൊക്കെ? 2, 4, 5 ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആൻസറാണ് അല്ലേ? നമുക്ക് ഇത് തെറ്റാൻ നമുക്കറിയാം. B1 നമുക്കറിയാവുന്ന കാര്യം. ഇപ്പം തയാമിൻ്റെ അഭാവത്തിലാണ് ബെറി ഉണ്ടാകുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ശിശുക്കളിലും അല്ലേ? അത് പോഷകാഹാര വൈകല്യം പോട്ടെ, വിറ്റമിൻ്റെ വൈകല്യമാണ് അല്ലേ? ഇനിയും ഈ രോഗം ഉള്ളവരിൽ മിനുക്കിയ അരി ഉൾപ്പെടുന്നത് കണ്ടുവരുന്നു. ഇപ്പോൾ 2, 4, 5 ഇവിടുത്തെ ശരിയായ ഓപ്ഷൻസ് എന്ന് പറയുന്നു. ഇവിടെ രോഗം ഈ 4ാമത്തെ രോഗം കൂടുതലെന്ന് വെച്ചാൽ ഈ രോഗം മിനുക്കിയ നമ്മുടെ തവിടുള്ള അരി, ചുമന്ന അരിയില്ലേ, തവിടുള്ള അരി കഴിക്കണം എന്നാണ് പറയുക. ഇതില്ലെങ്കിലാണ് ഇത് സംഭവിക്കുക. നമുക്ക് തയാമിൻ്റെ ഡെഫിഷ്യൻസി, തവിടിലാണ് ഏറ്റവും കൂടുതൽ തയാമിൻ അടങ്ങിയേക്കുക. അപ്പം പോളിഷ്ഡ് റൈസ്, മിനുക്കിയ അരി കഴിക്കുമ്പോൾ നമുക്ക് ഈ തവിട് അല്ലെങ്കിൽ അതേപോലെ ആ തവിട് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് തയാമിൻ്റെ അഭാവം ഉണ്ടാകുന്നു, ബെറി ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 2023 ഐക്യരാഷ്ട്ര സംഘടനയുടെ സഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെയാണ്? UAE. ഓപ്ഷൻ സി ആണ് UAE. COP28 UAE. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി. T ലിംഫോസൈറ്റും ടീയും അല്ലേ? ടി ചായയല്ല, T ലിംഫോസൈറ്റിൻ്റെ പ്രധാന അല്ലേ? അവിടെ നേരത്തെ ലിംഫോസൈറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ. T ലിംഫോസൈറ്റ് ആവാൻ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഏത് ഗ്രന്ഥി? തൈമസ് ഗ്രന്ഥി അല്ലേ? തൈമസ് ഗ്രന്ഥി. തൈമോസിൽ എന്ന ഹോർമോണൊക്കെ യുവത്വ ഹോർമോൺ എന്നൊക്കെ പറയാറില്ലേ? അത് കഴിയുമ്പോഴാണ് പ്രായപൂർത്തി എത്തുമ്പോഴേക്കാണത് T ലിംഫോസൈറ്റ്സ് ആയിട്ട് മാറുക. യുവത്വ ഹോർമോൺ എന്നൊക്കെ പറയാറുണ്ട്. തൈമസ് ഗ്രന്ഥിയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. ഓക്കെ, നെക്സ്റ്റ്, ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഏതാണത്? -40°C. സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിൽ തുല്യമായിരിക്കുന്നത് -40°C. അടുത്തത്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ് പുറന്തള്ളപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം. പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ് പുറന്തള്ളപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റം ഇല്ലാത്തത്? ആൻസർ ആവർത്തിക്കാണ് മാറ്റം ഇല്ലാത്തത്. ചന്ദ്രയാൻ 3 റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഏതിൻ്റെ സാന്നിധ്യമാണ്? ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്. ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത് അല്ലേ? അക്വാറീജിയ ഏതിൻ്റെ മിശ്രിതമാണ്? അക്വാറീജിയ നമുക്ക് ഇട്ടുണ്ടാകും. അക്വാറീജിയ ഏതിൻ്റെ മിശ്രിതമാണ്? HCl-ലും HNO3-ൻ്റെയും മിശ്രിതമാണ്. HCl HNO3-യുമാണ് അക്വാറീജിയ. വാഷിംഗ് സോഡയുടെ രാസസൂത്രം എന്താണ്? വാഷിംഗ് സോഡയുടെ രാസസൂത്രം എന്താണ്? അതാണ് Na2CO3 10H2O.
Na2CO3 10H2 ആണ് ഓർത്തിരിക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അലൂമിനിയമാണ് അല്ലേ. വിമാന ബോഡി നിർമ്മിക്കുക, വിമാന ബോഡിക്ക് അലൂമിനിയം, വിമാന ബോഡി ഈക്വൽ ടു അലൂമിനിയം. ദ്രവ്യത്തിൻ്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമേ അവതരിപ്പിച്ച ആരാണ്? ജോൺ ഡാൾട്ടൺ. ദ്രവ്യത്തിൻ്റെ ആറ്റോമിക സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ. നെക്സ്റ്റ്, സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? ആൻസർ എന്താണ്? വെങ്കൈ മാതായിയാണ്. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ദ സിറ്റാഡ് എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ് എന്ന് പറയുന്നത്? ആരാണത്? ഇവിടുത്തെ A.J. ക്രോണിനാണ്. ദ സിറ്റാഡ് എന്ന് പറയുമ്പോൾ A.J. ക്രോണിൻ ആണ്. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? എവിടെയാണിത്? കാസർഗോഡാണ് അലാമിക്കളി. സൂക്ഷിച്ച് നോക്കൂ, കവിത അല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? എല്ലാറ്റിലും കവിത പറഞ്ഞ മഹാകവി ആരാണത്? പി. കുഞ്ഞിരാമൻ നായരാണ്. എല്ലാറ്റിലും കവിത പറഞ്ഞത് പി. കുഞ്ഞിരാമൻ നായർ. 2023 പുറത്തിറങ്ങിയ ദ കവനൻറ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? എബ്രഹാം വർഗീസ് ആണ്. അടുത്തത് 0.01% 0.001 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 10. നെക്സ്റ്റ്, 52ൻ്റെ ആൻസർ നിങ്ങൾ ചോദ്യം വായിക്കാം. എ ആണ് വരിക. ഇതിൽ 15 മൈനസ് ആ ഡാഷ് ചേർക്കേണ്ട ശരിയായ ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? അതിനകത്ത് ഓപ്ഷൻ എ ആണ്. ഡിവിഷനും പ്ലസും ഇൻറ്റും ഈ സ്ഥാനങ്ങളിൽ ചേർക്കുമ്പോൾ അത് 25 നമുക്ക് ആൻസർ കിട്ടും. 15/3 + 4 × 5 ആണെങ്കിൽ 25 ചേർക്കും. ഒരു സ്കൂളിലെ ആ കുട്ടികളുടെ 55% പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ്. പെൺകുട്ടികളിൽ 90% കുട്ടികളും ആൺകുട്ടികളിൽ 80% കുട്ടികളും വാർഷിക പരീക്ഷയ്ക്ക് ജയിച്ചു. ഈ സ്കൂളിൽ മൊത്തം 1600 കുട്ടികളുണ്ടെങ്കിൽ തോറ്റ കുട്ടികളുടെ ശതമാനം ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, 14.5 ആണ് ആൻസർ. നെക്സ്റ്റ്, 156 ഡാഷ് ആണെങ്കിൽ 182 ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന ആൻസർ എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 306 വരുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ്, ഇംഗ്ലീഷിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ഇതിൽ ക്വസ്റ്റ്യൻ ടാഗാണ് ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ലെറ്റ്സ് ഗോ ഫോർ എ മൂവി എന്ന് പറയുമ്പോഴാണ് ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ വി. ലെറ്റ്സ് വരുമ്പോൾ ഓർക്കുക അല്ലേ, ഷാൽ വി ആണ് ക്വസ്റ്റ്യൻ ടാഗ്. ഷാൽ വി. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി, ഷാൽ വി. ഐ വെൻറ്റ് ടു ഡാഷ് നാഷണൽ പാർക്ക് യെസ്റ്റർഡേ. ഏതാ വരിക? ഐ വെൻറ്റ് ടു ദ നാഷണൽ പാർക്ക് യെസ്റ്റർഡേ. Choose the correct idiom for the word underlined. Siddharth is a straight arrow. ആ സ്ട്രെയിറ്റ് ആരോയ്ക്ക് ചേർക്കുന്ന ഇഡിയം ഏതാണെന്ന് നമ്മൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് എഴുതേണ്ടതാണ്. ആൻസർ ഇതാണ്, ഓപ്ഷൻ എ ആണ്. ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ്വർത്തി പേഴ്സൺ അല്ലേ. ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ്വർത്തി പേഴ്സൺ ആണ്. ട്രസ്റ്റ് വർത്തി പേഴ്സൺ. സ്ട്രെയിറ്റ് ആരോ നേരായി പോകുന്ന ആളെന്ന് അർത്ഥം അല്ലേ. ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇഫ് യു വർക്ക് ഹാർഡ് ഡാഷ് അല്ലേ. ഇഫ് യു വർക്ക് ഹാർഡ് നമ്മൾക്ക് എപ്പോഴും കാണാതെ ഇങ്ങനെ വായിച്ച് പഠിക്കുമ്പോൾ കിട്ടുന്നൊരു സാധനം. ഇഫ് യു വർക്ക് ഹാർഡ് നമുക്ക് എന്താവും? അത് പഠിച്ച് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഇഫ് യു വർക്ക് ഹാർഡ്. ഇവിടെ വർക്ക് ഹാർഡാണ്. അപ്പോൾ അതിന് അനുപാതി വരുന്ന എന്താണ് നമ്മൾ നോക്കുക. ആൻസർ യു വിൽ സക്സീഡ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. യു വില്ലും വർക്കും ഒക്കെ ഓർത്തിരിക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. നെക്സ്റ്റ്, ഫോക്സ് പാസ് മീൻസ് അല്ലേ. ചെറിയ ഫ്രേസുകളാണ്. ഫോക്സ് പാസ് മീൻസ് എന്താണ്? ഫോക്സ് പാസ് മീൻസ് അൻ എംബ്രേസിങ് ഓർ ടാക്ട്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ആൻസർ ബോർജിയോസസ്. ഇതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. BOURGEOIS ബോർജിയോസസ്. നെക്സ്റ്റ്, അതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. യു ഡാഷ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്.
ആൻസർ എന്താണ്? യു മസ്റ്റ് ഒബേ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നെയ്തർ സാം നോർ റാം ഡാഷ് പ്രസൻറ്റ്. നെയ്തർ സാം ഓർ റാം നോട്ട് പ്രസൻറ്റ് ഈക്വൽ ടു ഏതാണ്? ഈസ്. നെയ്തർ നോർ വരുമ്പോൾ ഈസ്. രാഹുൽ സെറ്റ് ഐ ലീവ് ഇൻ ചെന്നൈ. ചേഞ്ച് ഇൻ ടു ഡയറക്റ്റ് സ്പീച്ചിലേക്ക് അത് ചേഞ്ച് ചെയ്യുക. ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലേ? ഇൻഡയറക്റ്റ് അപ്പോൾ ഡയറക്റ്റ് പറഞ്ഞ കാര്യം അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാവുമെന്നാണ് നമ്മൾ ആൻസർ എഴുതുക. ഏതാ വരിക? രാഹുൽ സെറ്റ് ദാറ്റ് ഹീ ലീവ്ഡ് ഇൻ ചെന്നൈ അല്ലേ? ഇവിടെ രാഹുൽ സെറ്റ് ഐ ലീവ് ഇൻ ചെന്നൈ. അത് വേറൊരാൾ പറയുമ്പോഴത്തേക്ക് എങ്ങനെയാവും എന്നുള്ളതാണ് ആർക്ക് അല്ലേ? രാഹുൽ പറഞ്ഞു അയാൾ ജീവിക്കുന്നത് ചെന്നൈയിലാണെന്ന്. രാഹുൽ സെഡ് ദാറ്റ് ഹി ലീവ്ഡ് ഇൻ ചെന്നൈ അല്ലേ? ഇത് പ്രസൻറ്റ് ടെൻസ് ആണ്, ഇത് പാസ്റ്റ് ടെൻസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വെർബ് ട്രാൻസ്ലേഷനൊക്കെ പഠിച്ചു വെക്കുക. ഡയറക്റ്റ് സ്പീച്ചിലും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് എങ്ങനെ ആവും, ഒരാൾ പറയുന്നത് മറ്റാൾ പറയുന്നതായിട്ട് പറയുമ്പോഴും എങ്ങനെ ആവും നോക്കി വെക്കുക. സോ രാഹുൽ സെഡ് ദാറ്റ് ഹി ലീവ്ഡ് ഇൻ ചെന്നൈ. ഇനി സിനോണിം ഫോർ ദി വേർഡ് പ്രിപ്പോസിസ്റ്റ് നോക്കിക്കേ. സിനോണിം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. പ്രീ പോസ്റ്ററസ്. പ്രീ പോസ്റ്ററസ് എന്ന വാക്കിന് സിനോണിം എഴുതുക. പ്രീ പോസ്റ്ററസ് അതിന് സെയിം വാക്കാണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ഓപ്ഷൻസ് അത്രയും വായിച്ച് നോക്കിയിട്ട് വേണം അതിൻ്റെ ആൻസർ കൊടുക്കാൻ. ഇവിടുത്തെ ആൻസർ കോൺട്രറി ടു റീസൺ ഫോർ കോമൺ സെൻസ് അട്ടേർലി അബ്സേർഡ്. കോൺട്രറി ടു റീസൺ ഫോർ കോമൺ സെൻസ് അട്ടേർലി അബ്സേർഡ്. പ്രീ പോസ്റ്ററസ് ആണ് വാക്ക്. പ്രീ പോസ്റ്ററസിൻ്റെ സിനോണിം സെയിം വേർഡാണ്. കോൺട്രറി ടു റീസൺ or contrary to reason or common sense utterly absurd. നെക്സ്റ്റ് വരുന്നത് കുലം കൂലം. ശരിയായ അർത്ഥ ജോഡി ഏതാണ്? കുലം എന്താണ്, കൂലം എന്താണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ കുലം വംശം, കൂലം തീര. ഓപ്ഷൻ എ കുലം വംശം, കൂലം തീര. ജാമാത പദത്തിൻ്റെ അർത്ഥം ജാമാതാവ് എന്ന് പറഞ്ഞ ആരാണ്? മരുമകനാണ്. ജാമാതാവ് മരുമകൻ, മരുമകൻ. ശരിയായ വാക്യം ഇവിടെ ഏതാണ്? ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും. ഓപ്ഷൻ ബി. NOC ഇതിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദം അല്ലേ? NOCക്ക് പകരമായി ഉപയോഗിക്കാവുന്ന മലയാളം പദം അല്ലേ? മലയാള പരിഭാഷ ഏതാണ്? മലയാള പരിഭാഷ ഏതാണ്? നിരാക്ഷേപപത്രം അല്ലേ? നോ ഒബ്ജക്ഷൻ, ഒരാക്ഷേപമില്ലാത്ത നിരാക്ഷേപപത്രം. അലംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥം, അലംഭാവത്തിൻ്റെ അർത്ഥം എന്താണ്? അലംഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി എന്നുള്ള ഭാവം. അലംഭാവം മതി, എനിക്കിതൊക്കെ മതി, ഇത്രയൊക്കെ മതി അല്ലേ? അലംഭാവം എന്നുള്ള പദം. അടുത്തത് ആർദ്രത ഭാവത്തിൻ്റെ അർത്ഥം. ആർദ്രത്തിൻ്റെ അർത്ഥം, ആർദ്രം എന്ന് പറയുമ്പോൾ നനവുള്ള, നനവുള്ള, ആർദ്രം നനവുള്ള. ചുടയുള്ളതിൽ ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്ത ഏതാണ്? ആദേശസന്ധിയൊക്കെ നമ്മളിങ്ങനെ കുറേ എണ്ണം അല്ലേ? ഇതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുള്ള എല്ലാം. അപ്പോൾ അതിനകത്ത് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? അല്ലാത്തെന്ന് പറയുമ്പോൾ ഏതാ വരിക അല്ലേ? വിണ്ണാർ എന്നുള്ള അതിനകത്ത്. ബാക്കി നമ്മൾ ഇത് മൂന്നും നോക്കിയാൽ എല്ലാം സെയിം ആയിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം. കൃഷികളെ സംബന്ധിച്ചതിൻ്റെ ഒറ്റപ്പദം. കൃഷികളെ സംബന്ധിച്ച് പറയുമ്പോൾ ആർഷ. കൃഷികളെ സംബന്ധിച്ച് ആർഷ. സർക്കുലർ എന്ന പദത്തിൻ്റെ പകരം പ്രയോഗിക്കാവുന്ന ഭാഷാ പദം ഏതാണ്? പരിപത്രം. സർക്കുലർ പരിപത്രം. വൃദ്ധി എന്ന പദത്തിൻ്റെ വിപരീത പദം. വൃദ്ധിയുടെ വിപരീത പദം ഏതാണ്? വൃദ്ധിയുടെ വിപരീത പദം ഏതാണ്? ക്ഷയം. വൃദ്ധി ക്ഷയിക്കുക, വൃദ്ധി ക്ഷയം. നെക്സ്റ്റ് ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഇല്ല. പോലീസ് സെക്ഷനിലേക്കുള്ള ചോദ്യമായിട്ട് ഇങ്ങനെ വരുന്നത്. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ ജയിൽ. ഏതാണത്? സെൻട്രൽ ജയിൽ. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏതാണ്? തവനൂറാണ്. സെൻട്രൽ ജയിൽ ജോയിൻറ്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക. സെൻട്രൽ ജയിൽ ജോയിൻറ്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക ഏതാണ്? വനിതാ ജയിൽ സൂപ്രണ്ട്. നെക്സ്റ്റ് നെട്ടുകാൽത്തിരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം ഏതാണ്? 1962 കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ തിരുവനന്തപുരമാണ്. നെക്സ്റ്റ് വരുന്നത് കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ഏതാണ്? PA to DGP എന്നാണ്. ഓക്കെ, വിവരാവകാശ വകുപ്പ് PA to DGP. നെക്സ്റ്റ് 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിജിലൻസ് ആണ് ഉൾപ്പെടാത്തത്. ഇവിടെ CISFും ആസാം റൈഫിൾസും CRPF എന്താണ്? 2ാം പട്ടികയിൽ ഉൾപ്പെടുന്ന അവരാണ്. അല്ലാത്തത് നമ്മുടെ ആൻസർ വിജിലൻസ് ആണ്.
വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനായുള്ള പരമാവധി സമയം എത്രയാണത്? 30 ദിവസമാണ് പരമാവധി സമയം. വിവരാവകാശം നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഒഴിവാക്കപ്പെട്ട കാര്യം എന്തൊക്കെയാണ്? 1. വിവരം പരസ്യപ്പെടുത്തണ്ടെന്ന കോടതി വിധിയുള്ളവ. പരസ്യപ്പെടുത്തണ്ട എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യേണ്ട, ബാക്കി എല്ലാ കാര്യങ്ങളും പ്രസിദ്ധപ്പെടുത്തിയേ പറ്റുകയുള്ളൂ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാരാണ്? വൈസ് പ്രസിഡൻ്റാണ് ഉൾപ്പെടാത്തത്. ഇനി 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസാണ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വകുപ്പ് 2(1)(c). ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ആൻസർ കേന്ദ്ര സംസ്ഥാന സർക്കാരിനാണ് സമർപ്പിക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകൾ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖകൾ ഏതാണ്? ആൻസർ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് എത്രയാണ്? 1. 3 വർഷ കാലയളവ്. പുനർനിയമന യോഗ്യതയുണ്ട്. നെക്സ്റ്റ്, മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? ഇവിടെ ഒന്നാമത്തെ ആൾ സിഗ്മണ്ട് ഫ്രോയിഡാണ്. സൈക്കോളജിക്കലാണല്ലേ, സിഗ്മണ്ട് ഫ്രോയിഡാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിൻ്റെ അന്തർമുഖമായ ലക്ഷണം ഏതാണ്? അന്തർമുഖമായ ലക്ഷണം താഴെ പറയുന്നവയിൽ ഏതാണത്? ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് മാനസിക സമ്മർദ്ദത്തിൻ്റെ അന്തർമുഖമായ ലക്ഷണം. ശ്രദ്ധിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വരുന്നത്, താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശരിയായ ലക്ഷണം ഏതാണ്? ആൻസർ എന്താണ്? വർദ്ധിച്ച ഹൃദയമിടിപ്പ് അല്ലേ, നമുക്കതിനെ അറിയാം. വർദ്ധിച്ച ഹൃദയമിടിപ്പാണ് ഉത്കണ്ഠയുണ്ടിൽ പ്രകടമാകുന്ന ലക്ഷണം. വർദ്ധിച്ച ഹൃദയം ഇല്ല, എന്താകുന്ന ടെൻഷൻ വരുമ്പോൾ വർദ്ധിച്ച ഹൃദയമിടിപ്പ് താനേ ഉണ്ടായിക്കോളും. നെക്സ്റ്റ്, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹൊവാർഡ് ഗാർഡ്നറാണ് ബഹുമുഖ ബുദ്ധിസിദ്ധാന്തം ആവിഷ്കരിച്ചത്. സൈക്കോളജി കുറച്ചുകൂടി പോലീസിലേക്ക് പഠിക്കാനുണ്ട്. ബഹുമുഖ ബുദ്ധിസിദ്ധാന്തമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, മൂസോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം. മൂസോ ആവിഷ്കരിച്ച സീരീസ് സിദ്ധാന്തപ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം ഏതാവശ്യമാണത്? മൂന്നാമത് ആത്മസാക്ഷാത്കാര ആവശ്യമാണ് വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മൂസോയുടേത് ശ്രേണി സിദ്ധാന്തപ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിൽ ഏറ്റവും മുകളിൽ വരുന്ന കാര്യം എന്താണ്? ആത്മസാക്ഷാത്കാരമാണ്. ഏറ്റവും സ്റ്റെപ്പ് ബൈ ചെയ്ത് വരുമ്പോൾ ഏറ്റവും മുകളിൽ എന്താണ്? ആത്മസാക്ഷാത്കാരമാണ് വരിക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും പോലീസ് സേനയിലേക്കുള്ള സെലക്റ്റഡ് ക്വസ്റ്റ്യൻസുമായി നമുക്ക് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം.